നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാന്റിയാഗോ ബെർണാബുവിൽ ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ആദ്യ പാദത്തിൽ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. റയൽ മാഡ്രിഡിൻ്റെ നിരയിൽ പല സൂപ്പർ താരങ്ങളുമില്ല. കിലിൻ എംബാപ്പെ ഇല്ല, ബെല്ലിംഗാം ഇല്ല, റോഡ്രിഗോ ഇല്ല. ഇങ്ങനെയുള്ള സ്ഥിതിയാണല്ലോ. അപ്പോൾ വിനിയാണ് റയലിൻ്റെ പ്രധാന ആയുധം. വിനിയെ എങ്ങനെ പൂട്ടും? ചോദ്യം പെപ് ഗാർഡിയോളയാണ്. പെപ് ഗാർഡിയോള പറയുന്ന മറുപടി, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് നേരത്തെ കീൽ വാക്കർ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. ഓഫ് കോഴ്സ് വിനി ഒരു കോൺസ്റ്റൻ്റ് ത്രെട്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ പൂട്ടണമെങ്കിൽ വി ട്രൈ ടു സ്റ്റേ ടുഗെദർ. അതാണ് മാർഗം. ഒരുമിച്ച് നിന്ന് ഡിഫെൻഡ് ചെയ്യുക, എസ്പെഷ്യലി വിത്ത് ദി ബോൾ. ബോള് വളരെയധികം നമുക്ക് നഷ്ടപ്പെടാതിരിക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് ടു ട്രൈ ടു ടേക്ക് അവർ മോട്ടോർ ബൈക്ക് ആൻഡ് സ്റ്റാർട്ട് റണ്ണിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നല്ല രൂപത്തിൽ ബോൾ വെച്ച് റൺ ചെയ്ത് കളിക്കുക, അത് മാത്രമാണ് മാർഗമുള്ളത്. ഒരുമിച്ച് നിന്ന് ഡിഫെൻഡ് ചെയ്യണം വിനിയെപ്പോലൊരു താരത്തെ എന്നുകൂടി പെപ് ഗാർഡിയോള പറയുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇങ്ങനെ വമ്പൻ ടീമുകൾക്കെതിരെ ഏറ്റുമുട്ടുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പണൻസിനെ നമ്മൾ നേരിടുമ്പോൾ ഒരു ഇൻക്രെഡിബിൾ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. ബട്ട് അവരുടെ കണ്ണിൽ നോക്കിയിട്ട് പറയണം, ഓക്കെ ഇതാണ് ഞങ്ങളൊരു ടീം എന്ന നിലയിൽ ഇങ്ങനെയാണ് പോരാടാം എന്ന് പറയണം. എന്നിട്ട് നമ്മളത് ചെയ്ത് കാണിക്കുകയും വേണം. മേ ബി നിങ്ങൾ ലക്കിയായിരിക്കും, കളി ജയിച്ചു പോകാം. പക്ഷേ അടുത്ത കളിയിൽ ഒരിക്കലും നിങ്ങൾ ലക്കി ആയിരിക്കില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. സോ ഡു ഹൂ യു ആർ. അതാണ് ഇങ്ങനെ ബിഗ് ഗെയിമുകളിൽ നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം. ബിഗ് സ്റ്റേജസിൽ ബിഗ് ടീംസിനെതിരെ ഈ ഇൻറ്റൻഷനിൽ വേണം നമ്മൾ കളിക്കാൻ എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത്. അതായത് എതിർ ടീമിനെ റെസ്പെക്റ്റ് ചെയ്യുക, നമുക്കെന്തുണ്ട് അത് കളിക്കളത്തിൽ കട്ടക്ക് കാണിക്കുക, പോരാടി നിൽക്കുക. ഒരു കളിയിൽ എന്ത് റിസൾട്ടും വരാം, പക്ഷെ രണ്ടാമത്തെ കളിയിൽ അങ്ങനെ അങ്ങ് പോകാൻ സമ്മതിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒരു കിടിലൻ പോരാട്ടം വിത്ത് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള പോരാട്ടം നടക്കുമെന്നാണ് കോച്ച് പറയുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.